തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ കരുവന്നൂർ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ചതുർബാഹുവായ വിഷ്ണു രൂപത്തിലാണ് ഇവിടെ ശ്രീരാമനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഖരൻ എന്ന അസുരനെ വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് സങ്കല്പം. തൃപ്രയാറപ്പന്റെ വിഗ്രഹം ഏകദേശം 6 അടിയിലധികം ഉയരമുള്ള അഞ്ജനശിലയിൽ തീർത്തതാണ്. കൈകളിൽ ശംഖ്, ചക്രം, വില്ല്, അക്ഷമാല എന്നിവയേന്തി കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ. തൃപ്രയാറപ്പനെ ത്രിമൂർത്തി സ്വരൂപനായും ആരാധിക്കാറുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ആരാധിച്ചിരുന്ന വിഗ്രഹമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യപ്പെട്ടു. പിന്നീട് കേരള തീരത്ത് വലവീശിയ മുഖവർക്ക് ഇത് ലഭിക്കുകയും വാക്കേൽ കൈമൾ എന്ന പ്രമുഖൻ അത് തൃപ്രയാറിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. വായു ഭഗവാൻ കൊണ്ടുവന്ന വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ആകാശം വഴി ശ്രീ വന്ന ഇടമായതിനാലാണ് ഈ സ്ഥലത്തിന് തൃപ്രയാർ തിരുപുറയൂർ എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. കേരളത്തിലെ പ്രശസ്തമായ 4 അമ്പലങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമാണ് ഇത്. കർക്കിടക മാസത്തിൽ രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങൾ ഒരു ദിവസം കൊണ്ട് ദർശനം നടത്തുന്നത് അതീവ പുണ്യമായി കരുതപ്പെടുന്നു. വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം. അന്നേ ദിവസം 21 ആനകളെ അണിനിരത്തിയുള്ള എഴുന്നള്ളിപ്പ് നടക്കും. അതുപോലെ ആറാട്ടുപുഴ പൂരത്തിന്റെ നായകനായി തൃപ്രയാർ തേവർ എഴുന്നള്ളുന്നു. വെടിവഴിപാട്, മീനൂട്ട്, ചാത്തൻ ഭണ്ഡാരം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന പുഴയിലെ മീനുകൾക്ക് ഭക്ഷണം നൽകുന്ന വഴിപാടാണ് മീനൂട്ട്. ദഹന സംബന്ധമായ അസുഖങ്ങൾ മാറാൻ ഇത് ഉത്തമമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഹനുമാൻ സ്വാമി ലങ്കയിൽ പോയി സീതാദേവിയെ കണ്ട വിവരം ശ്രീരാമനെ അറിയിച്ചതിന്റെ സന്തോഷ സൂചകമായാണ് ഇവിടെ വെടിവഴിപാട് നടത്താറുള്ളത്. ഈ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് പ്രത്യേക പ്രതിഷ്ഠയില്ല. എങ്കിലും നമസ്കാര മണ്ഡപത്തിൽ ഹനുമാന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഭക്തർ മണ്ഡപത്തിന് മുന്നിൽ വണങ്ങിയ ശേഷമാണ് ഭഗവാനെ ദർശിക്കുന്നത്. ശ്രീരാമക്ഷേത്രമാണെങ്കിലും ഇവിടെ സീതാദേവിക്ക് പ്രതിഷ്ഠയില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്.